ഹിപ്നോട്ടൈസ് ചെയ്ത് അവൻ ചെയ്യാത്ത കുറ്റം അവനെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റും. അപ്പൊ ഒരു പ്രോഗ്രാം അവന്റെ മെമ്മറിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. മെമ്മറിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അമ്മേ, ഇവർ കുറേ കാലം കഴിയുമ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുക, ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ജയിലിൽ കിടക്കുന്നതെന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും എനിക്ക് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കാം, നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. നമുക്ക് ഒരു മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഇടത്തെ കണ്ണിലേക്ക് നോക്കുന്നത്, നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടത്തെ കണ്ണിലേക്ക് നോക്കുമ്പോൾ സൂക്ഷിക്കുക. ഞാൻ കണ്ണാടി വെക്കട്ടെ? മനസ്സിലായി? നിങ്ങൾ അറിയുന്നില്ല, ഭാര്യയ്ക്ക് വേറെ അഫയർ ഉണ്ട്, ഭർത്താവിന് വേറെ അഫയർ ഉണ്ട്. ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥയില്ലേ, അത് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നിങ്ങൾ ഹിപ്നോട്ടൈസ് ചെയ്യാം. ചുമ്മാ ചോദിച്ചാൽ മതി. അപ്പോൾ എനിക്കൊരു പെങ്കൊച്ചിനെ പ്രേമിക്കണമെങ്കിൽ എനിക്ക് ഈ ഹിപ്നോസിസ് അറിയാമെങ്കിൽ ഒരു പരിധി വരെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. 40 വയസ്സുള്ള ഒരു ലേഡി വന്നു, അവർക്ക് ഭയങ്കര വയറുവേദന, അവർ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ ഇവരുടെ 10-15 വയസ്സ് ആ പ്രായത്തിൽ ഇവരെ ആരോ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 15 വയസ്സിലേക്ക് നമ്മൾ ചെന്ന് ആ പ്രോബ്ലത്തിന് അവിടെ നമ്മൾ സോൾവ് ചെയ്യണം. പേടി എവിടെയാണ്? സാറിൻ്റെ മനസ്സിലാണ്. അപ്പം മനസ്സിൽ നിന്ന് ആ പേടിയുടെ മേലെ നമ്മൾ ധൈര്യത്തിനെ കയറ്റി വെച്ച് കഴിയുമ്പോൾ ധൈര്യമായി. അത് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ദേവി കയറി, ദേവൻ കയറി, മറ്റൊരു കയറി, ചാത്തൻ കയറി, അവർ കയറി, ആ ചാമുണ്ടി കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ തുള്ളി കളിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ദേവി അന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെകിടത്തുന്ന ആൾ തിരുവനന്തപുരത്ത് ക്ലാസ്സിൽ വെച്ച് എനിക്ക് തരുകയും ചെയ്തു. അയാൾ ഹിപ്നോട്ടൈസ് ആവുമ്പം യഥാർത്ഥ കാര്യം പറയും. 5, 4, 3, 2, 1 and 0. Go to the deep meditation. ABC പ്രേക്ഷകരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വേണു മേനോൻ സാറാണ്. വെൽക്കം ടു ABC ടോക്സ്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മേളങ്ക റിപ്പോർട്ടറുകൾ. വേണു സാർ നമസ്കാരം. നമസ്കാരം സാർ. ഒരു 10,000 പേരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലേ? അത് കൂടുതലുണ്ട്. 15 വർഷമായി ജോലി തുടങ്ങിയിട്ടുണ്ട്. എവിടെയാണ് സാറേ സ്വദേശം? തൃശ്ശൂരാണ്, ടൗണിൽ തന്നെ. ഈ മനസ്സ് വെച്ചുള്ള കളി അതത്ര ശരിയാണോ? മനസ്സ് വെച്ച് കളിക്കേണ്ട ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് വെച്ച് കളിക്കേണ്ട കാര്യങ്ങളിൽ മനസ്സ് വെച്ച് തന്നെ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ സാറിൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്നൊരു പ്രശ്നം, അതിനെ പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറിയൊരു കളി കളിച്ചല്ലേ പറ്റുള്ളൂ. എന്താണ് സാറേ ഹിപ്നോട്ടൈസ്? ഹിപ്നോസിസ് എന്ന് പറയുന്ന അവസ്ഥ നിങ്ങളും ഞാനും എല്ലാവരും, എല്ലാ മനുഷ്യരും ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ആ അവസ്ഥ കൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ നിങ്ങൾ ഉറങ്ങാണ്. നിങ്ങളുടെ സ്വന്തം കൂർക്കമ്പലി പോലും നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതുപോലെ രാവിലെ ഉണരുന്ന അതേ സമയം, നിങ്ങൾ കണ്ണു തുറന്നിട്ടില്ല, ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഇവ നേരം വെളുക്കുന്നു എന്നുള്ളത് പോലും നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങളുടെ കണ്ണു തുറന്നിട്ടില്ല. ആ ഒരു അവസ്ഥ ഈ ഏത് മനുഷ്യനും ഉണരുന്നതിന് തൊട്ട് മുന്നേ, അതായത് ഗാഠനിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നെന്ന് പറയാം അല്ലേ? ഗാഠനിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ്. ആ സമയത്ത് നിങ്ങൾക്ക് പലതും നിങ്ങളുടെ ചുറ്റിനും നടക്കുന്ന എല്ലാം നിങ്ങൾ അറിയും, നിങ്ങളുടെ സ്വന്തം കൂർക്കമ്പലി നിങ്ങൾ കേൾക്കും, പക്ഷേ നിങ്ങൾ ഉറങ്ങുക. മനസ്സിലായോ? അതാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്നത്, ഹിപ്നോസിസിൽ നമ്മൾ ചെയ്യുന്നതും അതേ കാര്യം തന്നെയാണ്. അത് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ നിദ്രയിലേക്ക് കൊണ്ടുപോകുന്നു. എൻ്റെ മനഃശക്തി ഉപയോഗിച്ചിട്ടല്ല ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു, നിങ്ങളുടെ സ്വന്തം മനഃശക്തിയിലാണ് നിങ്ങൾ ഉറങ്ങുന്നത്. മനസ്സിലായില്ല അല്ലേ? അതായത് നോക്കൂ, എൻ്റെ മനഃശക്തി ഞാൻ ഉപയോഗിക്കുന്നില്ല, എനിക്ക് അങ്ങനൊരു മനഃശക്തിയൊന്നും വലിയ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ വാക്കുകൾ, ഉറങ്ങൂ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹപ്രകാരം അതല്ലെങ്കിൽ നിങ്ങളുടെ ആജ്ഞപ്രകാരം നിങ്ങളുടെ മനസ്സ് ഉറങ്ങണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പല തലങ്ങളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മയക്കം വരും, അതൊരു നിദ്രയാണ് അല്ലേ? ഉറക്കം എന്നുള്ളത് വേറൊരു ലെവൽ ഓഫ് നിദ്രയാണ്. ഗാഠനിദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ, അതായത് ഡീപ് സ്ലീപ്പ്, നമുക്ക് ഒന്നും അറിയാത്തൊരവസ്ഥ. അത് ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് നൈറ്റിൽ കിട്ടും, അത്രേ കിട്ടുള്ളൂ. അതിനുശേഷമുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു പകുതി ഉറക്കം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നതൊക്കെ ആ നിദ്രാവസ്ഥയിലാണ്. അത് ഈ ഗാഠനിദ്രയിലല്ല സ്വപ്നം കാണുന്നത്. ഗാഠനിദ്രയിൽ നിങ്ങൾ സ്വപ്നം കാണാനായിട്ട് നിങ്ങളുടെ മനസ്സില്ല, മൊത്തം പോയി ഓഫായി, ഫുൾ ഷട്ട് ഡൗൺ ആണ്. പിന്നെ നിങ്ങളെങ്ങനെ അറിയുന്നത്? അപ്പം അതിനെ സയൻറ്റിഫിക്കലി നമ്മൾ പറയുമ്പോൾ നമ്മളിതിനെ 4 ലെവലാക്കും മനസ്സിൻ്റെ ആ അവസ്ഥകളെ. ബീറ്റ ലെവൽ, ആൽഫ ലെവൽ, തീറ്റ ലെവൽ, ഡെൽറ്റ ലെവൽ. ബീറ്റ ലെവൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിരിക്കുന്ന അവസ്ഥ, ഉണർവിലിരിക്കുന്നത്. ആൽഫ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസിലാണ്, നമ്മൾ പകുതി ഒരു ഇതിലേക്ക് പോയി. മനസ്സിലായോ?
തീറ്റ ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ഡീപ്പിൽ കൊണ്ടുപോയി ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളറയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. ഡെൽറ്റ ലെവൽ എന്ന് പറഞ്ഞാൽ പോയി ഗാഠനിദ്ര, നിങ്ങൾ ഉറങ്ങി. പിന്നെ നമുക്ക് എന്ത് ചോദിച്ചാലും നിങ്ങൾ കേൾക്കൂല, നിങ്ങൾ അറിയൂല, നിങ്ങൾ ഉറങ്ങിപ്പോയി. കൂർക്കമ്മലി കേൾക്കാം നമുക്ക്. മനസ്സിലായോ? ഈ ഇതിനും ഇടയ്ക്കൊരു ഹെയർ ലൈൻ മാത്രമേ ഉള്ളൂ. ഈ തീറ്റ ലെവലിലും ഡെൽറ്റ ലെവലിലും ഇടയിലൊരു ഹെയർ ലൈൻ മാത്രമേ ഉള്ളൂ. അത് എപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നമുക്കൊരു വ്യക്തിയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹിപ്നോസിസിൽ കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് വേണ്ട അവസ്ഥ ഏത് വേണമെന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം. ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞിട്ട് വരുന്നു, അതിനൊക്കെ നമുക്ക് ആൽഫ ലെവലിൽ കൊണ്ടുപോയാൽ മതി. അതല്ല കുറച്ചും കൂടെ കൂടുതലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീറ്റ ലെവലിൽ കൊണ്ടുപോയിട്ട് ആ തീറ്റ ലെവലിൽ തന്നെ പല ഇതുണ്ട്, തട്ടുകളുണ്ട്. അതിലെവിടേക്ക് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ ഏജ് റിഗ്രഷൻ, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഏജ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയസ്സ് കുറച്ച് കൊണ്ടുവരിക. ഇപ്പം നിങ്ങൾക്ക് 40 വയസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ 10ാമത്തെയോ 5ാമത്തെയോ ചിലപ്പോൾ അമ്മയുടെ വയറ്റിലേക്ക് എത്തുന്ന സമയം വരെയോ നിങ്ങൾ പുറകിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആ ലെവലിൽ കൊണ്ടുപോകണം. അതിൻ്റെയും പുറകിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പഴയ ജന്മങ്ങൾ കിട്ടുന്നത്. നമ്മൾ ഈ ഒരു അങ്ങനെ ഒരു പ്രൊഫഷനായി കൊണ്ടു നടക്കുന്ന ആളാണ് അല്ലേ? അതെ. ഇത് ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യാറുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക്. അത് നോക്കൂ, മാനസിക രോഗങ്ങളെ പറയുമ്പോൾ നമ്മൾ 2 തരത്തിൽ കാണണം. ഒന്ന് ശാരീരികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ഇപ്പോൾ ഞരമ്പ് സംബന്ധമായിട്ടൊക്കെ വരുന്ന അസുഖത്തിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട്. രണ്ടാമത് ഞരമ്പ് സംബന്ധമായ അസുഖം കൊണ്ടുണ്ടാകുന്ന മാനസിക രോഗങ്ങളുണ്ട്. പിന്നെ ചെറിയ മാനസിക സംഘർഷം കൊണ്ട്, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഡിപ്രഷൻ, അതത്ര വലിയ സീരിയസ് ഇഷ്യൂ ഒന്നുമല്ല, പക്ഷെ ഇപ്പം അതൊരു ഫാഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ ആ മനസ്സ് വെച്ചുള്ള കളി തന്നെയാണ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് വയ്ക്കാം. ഈ മാനസിക പ്രശ്നത്തെ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മൾ നോക്കൂ, ഇതിനെ നമ്മൾ നിങ്ങൾ കോൺഷ്യസ് മൈൻഡിനെ ഉറക്കിക്കൊണ്ട്, കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സബ് കോൺഷ്യസ് മൈൻഡിൽ കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി അവിടെ എന്താണോ മാറ്റം വരുത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞാൽ അയാൾക്ക് ഇരുട്ടിനെ പേടിയാന്ന്. ഓക്കെ, അയാൾക്ക് ആക്ച്വലി ഇരുട്ടിനല്ല പേടി, അയാൾക്ക് പ്രേതങ്ങളെ പേടി, പിശാചുക്കളെ പേടി, ഇരുട്ടിൽ വരുന്ന രൂപങ്ങളെയാണ് അയാൾക്ക് പേടി. മനസ്സിലായല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഇരുട്ടിനെ പേടി. ഇവർ പറയുന്നതായിരിക്കില്ല ഒരിക്കലും നമ്മളോട് പറയുന്നതായിരിക്കില്ല അയാളുടെ ഒറിജിനൽ പ്രോബ്ലം. അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടെത്തണം. ഇതിനെ കണ്ടെത്തണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി ചെന്ന് ഇരുട്ടിനോടുള്ള പേടിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ഇയാളുടെ മറ്റേ പേടികളെ നമ്മൾ അറിയാം. അയാൾ ഹിപ്നോട്ടൈസ് ആവുമ്പം യഥാർത്ഥ കാര്യം പറയും. അതെങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന രീതിയാണ്. ഇതിനകത്ത് ചോദ്യങ്ങളുടെ അനുസരിച്ചിട്ടാണ് അവരുടെ മറുപടി വരുന്നത്. അല്ലാതെ അവരങ്ങ് കണ്ണടച്ച് ചെന്നിട്ട് എനിക്ക് പ്രേതങ്ങളെ പേടിയുണ്ട്, ഭൂതങ്ങളെ പേടിയുണ്ട് അങ്ങനെ പറയില്ല. നമ്മൾ ചോദിച്ച് പോകണം. നമ്മളിപ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇരുട്ടിനെ പേടി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇരുട്ടിനെ പേടി ചോദിക്കുമ്പോൾ അപ്പോൾ ആ മറ്റേ റീസൺ വരും. അല്ലാണ്ട് അവർ പറയുന്ന അപ്പാടെ വിഴുങ്ങല്ല. ഇപ്പം എൻ്റെ അടുത്ത് ഒരു 40 വയസ്സുള്ള ലേഡി വന്നു. അവർക്ക് ഭയങ്കര വയറുവേദന. അവർ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. ലോകം മുഴുവൻ നടന്ന ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് എൻ്റെ പെയിൻ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ല. ഡോക്ടേഴ്സിനും പറഞ്ഞ് നോക്കുമ്പോൾ ഒരു പെയിനും ഇല്ല. ആക്ച്വലി ദിസ് ഇസ് മെൻ്റൽ പ്രോബ്ലം. നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ ഇവരുടെ 10-15 വയസ്സ് ആ പ്രായത്തിൽ ഇവരെ ആരോ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അന്നത്തെ ആ ഒരു പെയിൻ അവരെന്തെങ്കിലും അനുഭവിച്ച് കാണണം. ആ പെയിൻ അവർ ഇന്നും കൊണ്ടു നടക്കുക. മനസ്സിലായോ? അപ്പോൾ അവിടെ പോയി നമ്മൾ ആ 15 വയസ്സിൽ ചെന്ന്, അവിടെയാണ് ഏജ് റിഗ്രഷൻ എന്ന് പറഞ്ഞത്. ഈ 15 വയസ്സിലേക്ക് നമ്മൾ ചെന്ന് ആ പ്രോബ്ലത്തിന് അവിടെ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഇവരുടെ പെയിൻ പോയി, പ്രശ്നം കഴിഞ്ഞു. സോൾവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അതിനോടൊരു കണക്ട് ചെയ്തൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിലൊരു മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു DNA മോളിക്കൂൾ RNA മോളിക്കൂളായി മാറുന്നതാണ് എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അതായത് ഒരു ഫയൽ അവിടെ ക്രിയേറ്റഡ് ആണ്. ഈ ഫയലിനെ നമുക്ക് ഹൈബർനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫയലിനെ നമുക്ക് ശേഷിയില്ലാതാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നും നിങ്ങൾ മറക്കില്ല. ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴത്തെ ടീച്ചറുടെ മുഖം പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ മറന്നുണ്ടാവില്ല. ഒന്നും നമ്മൾ മറക്കില്ല. ഇപ്പോൾ ലവ് ഫെയിലിയർ ആയിട്ടൊരു ലേഡി വരികയാണെങ്കിൽ, ഒരു ജെന്റിൽമാൻ വരികയാണെങ്കിൽ അയാളോട് ആ പെണ്ണിനെ മുഖം മറക്കുക എന്ന് പറഞ്ഞാൽ മറക്കില്ല, കൂടുതൽ ഓർക്കും. പക്ഷെ അവിടെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമ്മൾ സബ്സൈഡ് ചെയ്യും, അതിനങ്ങ് ഒതുക്കി അങ്ങ് വയ്ക്കും.
അതല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് രൂപത്തിലാക്കും. വെറും ഫ്രണ്ട്ഷിപ്പ് രൂപത്തിലാക്കുമ്പോൾ ഇയാളുടെ മനസ്സിൽ ആ തീഷ്ണത പോയി. മനസ്സിലായോ? വൺ അമംഗ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അത്രയ്ക്കേ ഉള്ളൂ പിന്നെ ഇമ്പോർട്ടൻസ് അതിന്. അപ്പോൾ അതിനെ അങ്ങ് ഒതുക്കി കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ഒതുക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ സെക്ഷലി അബ്യൂസ്ഡ് അവർ അത് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ പറ്റില്ല എന്ന് പറയില്ല. അത് ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉടനടി കോൺഷ്യസ് മൈൻഡിലേക്ക് ഉത്തരവ് കൊടുക്കും, ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. കാരണം അതുവരെ മറന്നു കിടന്നുണ്ടാവും, പക്ഷെ അപ്പോൾ ഓർക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകൂലേ? മറക്കില്ല, ചിലത് മറന്നു പോകും. അതിന് മറന്നു പോകാന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് കിടക്കുന്ന എന്ത് സാധനവും കുറേ കഴിയുമ്പോൾ തന്നെത്താനെ അടിഞ്ഞു പോവും, താഴേക്ക് പോവും. മനസ്സിലായോ? അങ്ങനെ സംഭവിക്കും. പക്ഷെ നമ്മുടെ അടുത്ത് വന്ന ഈ കേസിൽ ഇവർക്ക് ഓർമ്മയില്ല. അത് ഈ 15 വയസ്സിൽ സംഭവിച്ചൊരു പ്രശ്നം അവരതൊക്കെ വിട്ട് കളഞ്ഞ് അതിനുശേഷം കല്യാണം കഴിച്ച് പിള്ളേരുമായി ഒക്കെ. പക്ഷേ ഈ വയറുവേദന എന്ന് നിൽക്കുകയാണ് അവർക്ക്. മനസ്സിലായി? പ്രത്യേക സാഹചര്യത്തിലെ വയറുവേദന വരത്തുള്ളായിരിക്കും അല്ലേ? അങ്ങനെയല്ല, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും. അത് ഇവരറിയാതെ തന്നെ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇവരെ റിമൈൻഡ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അത് വേദന വരും. അപ്പം നമ്മളവിടെ ചെന്ന് ഈ 15 വയസ്സിൽ ചെന്ന് അവരുടെ ആ പ്രശ്നത്തിനെ അവിടെ നമ്മളങ്ങ് ഡയല്യൂട്ട് ചെയ്ത് കൊടുത്ത് അതിനെ ഒരു പ്രശ്നമേ അല്ലാതാക്കി അങ്ങ് വിട്ടു. അപ്പോൾ ഇമ്പോർട്ടൻസ് കുറയ്ക്കും അല്ലേ? ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടാക്കി, നമ്മൾ തീരെ ഇല്ലാതാക്കി. മെമ്മറി കളയാൻ പറ്റില്ല, ഇതങ്ങ് കളഞ്ഞു നമ്മൾ. അതിന് യാതൊരു ഇതുമില്ല, പ്രസക്തിയുമില്ല. നിങ്ങളുടെ ലൈഫ് വേറെ രീതിയിലാണ്, അതൊക്കെ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനങ്ങ് മാറ്റി അങ്ങ് കളയുമ്പോൾ അവരൊക്കെ. ഇതെല്ലാം സംസാരത്തിലൂടെയാണോ ഹീലിംഗ് നടത്തുക? യെസ്. ഹിപ്നോസിസ് എന്ന് പറയുന്ന സാധനം വാക്കിക്കൂടെയാണ്. എല്ലാം വാക്കുകളാണ്. എൻ്റെ വാക്കുകളാണ് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും എനിക്ക് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കാം. നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഉറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉറങ്ങണമെന്നൊന്നുമില്ല. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ പോലും നിങ്ങൾ അങ്ങനെ നോക്കി എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അത് എൻ്റെ ഒരു ഞാൻ ഇൻ്റർവ്യൂ. വെല്ലുവിളിക്കുന്നില്ല കേട്ടോ. ഞാനും വെല്ലുവിളിക്കുന്നില്ല, ഞാനും വെല്ലുവിളിക്കാനില്ല. ഞാൻ നിങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്. നമുക്ക് ഒരു മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഇടത്തെ കണ്ണിലേക്ക് നോക്കുന്നത്, നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടത്തെ കണ്ണിലേക്ക് നോക്കുമ്പോൾ സൂക്ഷിക്കുക. ഒരു മനുഷ്യൻ എവിടെയായാലും ഇടത്തെ കണ്ണിലേക്കാണ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സംതിങ് ഈസ് കമ്മിങ് അപ്പ്. സാർ എൻ്റെ ഇടത്തെ കണ്ണിലേക്ക് നോക്കുന്നു. ഇപ്പൊ സാർ നോക്കുന്ന ഇടത്തെ കണ്ണിലേക്ക് ഞാൻ തിരിച്ച് അതേപോലെ ചലഞ്ച് ചെയ്ത് ഇടത്തെ നിങ്ങൾ ചലഞ്ച് ചെയ്തോണ്ടല്ലേ നിങ്ങൾ നോക്കുന്നത്. നിങ്ങളൊരു അറിവില്ലാത്ത വ്യക്തി. ഇതിപ്പോ ഞാൻ പറഞ്ഞോണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലെങ്കിലോ അറിയില്ല, നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കണ്ണാടി വെക്കട്ടെ? മനസ്സിലായി? നിങ്ങൾ അറിയുന്നില്ല. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ ഇടത്തെ കണ്ണിലേക്ക് മാത്രം ഇങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചാഞ്ചാട്ടം തുടങ്ങും. സയൻസാണ്, പ്രൂവൺ സയൻസാണ്, അല്ല വേറെ ഒന്നുമല്ല. പിന്നെ എന്താണെങ്കിൽ ഇതിന് മിസ്യൂസ് ചെയ്യുന്നു കണ്ടമാന ആൾക്കാർ. അതുകൊണ്ട് ഈ ഫോറൻസിക് ഹിപ്നോസിസ് എന്നുള്ളത് ലോകം മുഴുവനും നിരോധിച്ചിട്ടുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് വന്ന് പോലീസുകാർ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവൻ ചെയ്യാത്ത കുറ്റം അവനെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റും. അങ്ങനെ കാനഡയിലും മറ്റും ഒരുപാട് പേരെ, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ റേപ്പ് കേസിലും കൊലപാതക കേസിലൊക്കെ പെടുത്തി അകത്തിട്ടു. ഇവർ കുറേ കാലം കഴിയുമ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുക, ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ജയിലിൽ കിടക്കുന്നതെന്നുള്ളത്. അവൻ തന്നെ ബിലീവ് ചെയ്യും അവന് ചെയ്തു എന്നുള്ളത് അല്ലേ? ചെയ്തു എന്നുള്ളത് ബിലീവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രോഗ്രാം അവന്റെ മെമ്മറിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. മെമ്മറിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അമ്മേ, ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അതല്ലേ. പുതിയ കാര്യങ്ങൾ അത്ര ആവശ്യമായിട്ട് ആൾക്കാർ വരാറുണ്ടോ? പല കാര്യങ്ങൾക്ക് അവർ രോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നവർക്ക് നമ്മൾ ചിലപ്പോൾ അവരുടെ ചിന്താഗതി നമ്മൾ മാറ്റേണ്ടി വരും. അപ്പം നമ്മൾ ഇതേപോലെ പുതിയതായിട്ട് എന്തെങ്കിലും അവരുടെ തലയിൽ ആഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന സാധനത്തിൽ നമുക്ക് കട്ട് ചെയ്ത് വിടേണ്ടി വരും. ഇപ്പോൾ സ്കിസോഫ്രീനിയ പോലുള്ള അസുഖങ്ങൾ, ഇവർ ആരും ഒന്നും സംസാരിക്കാതെ തന്നെ ഒരു സംസാരങ്ങൾ കേൾക്കും. ഇവരൊറ്റയ്ക്ക് വർത്തമാനം പറയും. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ആ കേൾവി നമ്മൾ ആദ്യം കട്ട് ചെയ്യും. മനസ്സിലായോ? ഇവരുടെ സംസാരം പിന്നെ രണ്ടാമത് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ ഈ കേൾവി ഇല്ലാതാകുമ്പോൾ തന്നെ ഇവരുടെ സംസാരം കുറഞ്ഞു വരും. പിന്നെ അതിനെയും കട്ട് ചെയ്ത് കളയുമ്പോൾ അവർ ഓക്കെ വരും. പിന്നെയാണ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ അവർ സ്കിസോഫ്രീനിയൊക്കെ അവർ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ സത്യമാണെന്ന് അവർ തന്നെ ബിലീവ്, അവർ വിശ്വസിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ശത്രുവാണ് അവർക്ക്. മനസ്സിലായ? അവർ നിങ്ങളെ കാണുന്ന ഒരു ശത്രുവായിട്ടാണ്. ചിലപ്പോൾ നിങ്ങളെ കൊമ്പും വാലൊക്കെ ഉള്ളൊരു ഭീകര ജന്തുവായിട്ട് പോലും അവർ കാണും. അവരെങ്ങനെ വേണമെങ്കിൽ നിങ്ങളെ കാണാം. അതേപോലെ ആരോ അവരോട് നീ മരിക്കുക എന്ന് പറയുന്നതായിട്ട് അവർക്ക് തോന്നും. അപ്പോൾ ഇവർക്ക് ആത്മഹത്യ ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ടാവും. ഇത് ഇവരുടെ തന്നെ മർമറിങ് ആയിരിക്കും അല്ലേ? ഇവരുടെ തന്നെ മർമറിങ് ആണ്. ഇവർ കേൾക്കുന്നു എന്ന് ഇവർ ധരിക്കുന്നതാണ്. അങ്ങനെ ആ ഇത് വരുന്നതാണ്. അതാണ് അസുഖം. അവരുടെ കേൾക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരികയാണ്. അപ്പോഴാണ് ഇവർ ഒറ്റയ്ക്ക് വർത്തമാനം പറയുന്നത്. അതിന് മറുപടി പറയണ്ടേ? ആരെങ്കിലും
പറയുമ്പോൾ ഇവർ മനസ്സിൽ ഓരോ രൂപങ്ങൾ കാണുന്നു, ആ രൂപത്തിനോട് ഇവർ സംസാരിക്കുന്നു. അങ്ങനത്തെ കുറേ കേസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. സൈക്കോളജി അനുസരിച്ച് മനുഷ്യന്മാരെ 4 ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ഐ എം ഓക്കെ, യു ആർ ഓക്കെ, ഞാനും ശരിയാ നിങ്ങളും ശരിയാ. 2 ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാൻ ശരിയാ നിങ്ങൾ ശരിയല്ല. 3 യു ആർ നോട്ട് ഓക്കെ, ഐ എം നോട്ട് ഓക്കെ, ഞാനും ശരിയല്ല നിങ്ങൾ ശരിയല്ല. മനസ്സിലായോ? 4മത്തേന്ന് പറഞ്ഞാൽ യു ആർ ഓക്കെ, ഐ എം നോട്ട് ഓക്കെ, നിങ്ങൾ ശരിയാണ് ഞാൻ തെറ്റാണ്. അവിടെയാണ് സാറ് ഈ പറഞ്ഞ എല്ലാ ഇതും വരുന്നത്. സാറ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുക, അനുസരിക്കുക. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അല്ല, ഇത് ജന്മനാൽ ഇങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് ജന്മനാലല്ല സാർ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പാരൻറ്റിങ്, അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് നമുക്കുണ്ട്. വീട്ടിൽ കാറുണ്ട്, ബൈക്കുണ്ട്, സ്കൂട്ടറുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷെ ഓടിക്കാൻ പേടി. അങ്ങനെ പറഞ്ഞിട്ട് വളരെയധികം പ്രായമുള്ള ഒരു മനുഷ്യൻ വന്നു. അതൊക്കെ ഇതിന്റെ ഭാഗമാണല്ലേ? അല്ല, വണ്ടി ലൈസൻസ് ഉള്ള പല ആൾക്കാരും വണ്ടി ഓടിക്കാതിരിക്കുന്ന ഒത്തിരി ആൾക്കാർ എനിക്കറിയാം. പേടിയാ അവർക്ക്. ആ പേടി നമുക്ക് മാറ്റണം, മാറ്റിയെടുത്തേ പറ്റൂ. അതിങ്ങനെ എടുത്ത് കളയാൻ പറ്റും അല്ലേ? അതൊക്കെ എടുത്ത് കളയാം. ഹിപ്നോസിസ് കൂടെ കളയല്ല, തെറാപ്പി. ഹൈബർനേറ്റ് ചെയ്യാം. അല്ല, അവര് ധൈര്യം കൂടുതൽ ധൈര്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് വണ്ടി ഓടിച്ചോളും. മനസ്സിലായി? ഇത് സൈക്കോളജി വിഭാഗത്തിലാണോ പെടുന്നത് ഈ സംഭവം? 100% സൈക്കോളജി, എല്ലാം സൈക്കോളജിക്കലാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് മുഴുവൻ സൈക്കോളജിയുടെ ഭാഗങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു പെങ്കൊച്ചിനെ പ്രേമിക്കണമെങ്കിൽ എനിക്ക് ഈ ഹിപ്നോസിസ് അറിയാമെങ്കിൽ ഒരു പരിധി വരെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അവരെ. ഇതെങ്ങനെ പഠിക്കാൻ പറ്റും സാറേ? ഒരു കാരണവശാലും സാർ സതീഷിനെ പഠിപ്പിക്കും, വേറെ ആരെ പഠിപ്പിച്ചാലും. അല്ലാതെ എൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്, ഞാൻ വിശ്വസിക്കുന്ന അതാണ്. വേണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം വേണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കും. അതെ, സാറ് മാർക്കറ്റിംഗ് MBA കഴിഞ്ഞ് പഠിച്ചതാണ്. അതെ, ഞാൻ മാർക്കറ്റിംഗ് MBA ആണ്. അതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഇഷ്ടംപോലെ വേറെ ഉണ്ട് എനിക്ക്. പക്ഷെ അതൊക്കെ ഒന്നുമല്ല. ഈ സാധനം എനിക്ക് കുട്ടിക്കാലം മുതലേ ഹിപ്നോസിസിനോട് ഭയങ്കര താല്പര്യമാണ്. ഈ സിനിമകളിലും മറ്റുള്ളതൊക്കെ നമ്മളിത് കണ്ടിട്ടുള്ളൂ. ഒരാളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും അയാൾ ബോധം കെട്ട് വീണു, അങ്ങനെയൊക്കെ. അത് നടക്കില്ല കേട്ടോ, വെറുതെ. അല്ല, ആ ചെയറൊക്കെ ഉണ്ടോ സിനിമയിലൊക്കെ കാണിക്കുന്ന 2 വലിയ ചെയറുകൾ, അവിടെ 2 പേരിരിക്കുന്നു, ഒരു വലിയ മുറി, ഒരു ചെറിയ ലൈറ്റ്. എൻ്റെ സാറേ, ഇതൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, സാർ എൻ്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സാറിനെ എങ്ങനെ നോക്കി 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 തന്നെ എനിക്ക് ഓർക്കാൻ പറ്റും. ഇതിന് വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട എനിക്ക്. ഇവിടെ വലിയ കളർ ബൾബ് ഇട്ട് വെച്ച് അല്ലെങ്കിൽ കളർ ബലൂണൊക്കെ കെട്ടിവെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. നോക്കൂ, സാധാരണ ഒരു രീതിയിൽ നമുക്ക് ഒരാളെ കിടത്തി കഴിഞ്ഞാൽ അവരോട് നമ്മൾ കമാൻഡ്സ് കൊടുത്തു കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് മാക്സിമം അവർ ട്രാൻസിൽ പോകും. പിന്നെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയി ഡീപ്പിലേക്ക് കൊണ്ടുപോകും. അവിടെ നമുക്ക് വേണ്ട ചേഞ്ചസ് നമ്മൾ വരുത്തും. 100% എല്ലാവരിലും ഹിപ്നോസിസ് വർക്ക് ചെയ്യുമെന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാനും എന്നോട് ഇതിന് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെനിക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് പോലീസ് സ്റ്റേഷനിലായിരിക്കും ദിവസം ജോലി. അവിടെ പോയിട്ട് കള്ളന്മാരെയും കൊലപാതകളെയും മുഴുവൻ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യണ്ടേ? പക്ഷെ അത് നടക്കില്ല. അവർ മനസ്സിൽ ഞാൻ പറയില്ല. ഇപ്പം നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാന്ന് ഞാൻ അത്ര വലിയ ധൈര്യത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് അറിയാം? നിങ്ങളുടെ മൈൻഡ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? കണ്ണിൽ നോക്കാന്നൊക്കെ പറഞ്ഞു. അതാ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് എനിക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ക്രിമിനൽ മൈൻഡിലായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നോട്ട് പോസിബിൾ, നടക്കില്ല. അതായിരിക്കും എൻ്റെ അടുത്ത് പറയാതിരുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരാൾ പറയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് പറ്റില്ല. പിന്നെ സ്വന്തം ഭാര്യയും അമ്മയും ഒരു കാലത്തും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. കാമുകയും ചെയ്യാം, ഈസി ആയിട്ട് ഫോണിൽ കൂടെ ചെയ്യാം. ഭാര്യയായി പോയി. കാരണം അവർക്ക് ഇത് കൂടുതലാണ്, നമ്മുടെ മേലെ അധികാരം കൂടുതലാണ്. ഇങ്ങോട്ട് നീങ്ങർ എന്തിനപ്പം നീങ്ങണേ, ഞാൻ അവിടെ നിന്നപ്പോൾ എന്താ പ്രശ്നം ചോദിക്കും. മനസ്സിലായോ? ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാര്യ ഇന്ന് വരെ ഹിപ്നോട്ടൈസ് എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ശ്രമിക്കുന്നുമില്ല. ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ശ്രമിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി അവസാനം നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആയി. നടക്കില്ല. എന്തിനപ്പം ഞാൻ ഇങ്ങോട്ട് മാറുന്നത്, ഇവിടെ നിന്നപ്പം എന്താ പ്രശ്നം ചോദിക്കും. അപ്പൊ നടക്കില്ല എന്ന് വെച്ചാൽ അവര് സഹകരിക്കുന്നില്ല എന്നർത്ഥം. ഈ ഭാര്യമാര് വിചാരിച്ച ഭർത്താക്കന്മാരെ ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾ ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥയില്ലേ, അത് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നിങ്ങൾ ഹിപ്നോട്ടൈസ് ചെയ്യാം. നിങ്ങളുടെ ഉള്ളിലുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്ക് അവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ചെയ്യാൻ പറ്റണമെന്നില്ല. പറ്റും. നിങ്ങൾക്ക് ആ അവസ്ഥ തിരിച്ചറിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് അറിയാൻ. ചുമ്മാ ചോദിച്ചാൽ മതിയോ?
അതൊക്കെ പഠിപ്പിച്ചു തരാം സാറിന്. അതിങ്ങനെ നമ്മൾ ഇതിൽ പറയാൻ പറ്റില്ലല്ലോ, ചാനലിൽ പറഞ്ഞു അല്ല, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇതിപ്പം ഇത് കാണുന്ന ആൾക്കാരിൽ നമ്മളിതിൻ്റെ ഒരു കൗതുകമാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായും നമുക്ക് മറ്റൊരാളെ സ്വാധീനിക്കാൻ പറ്റുക, മറ്റൊരാളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വളരെ എല്ലാവരിലും അതിശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് മനസ്സ് വായിക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലായില്ല. അയാളുടെ മനസ്സിരിക്കുന്നത് എന്താ നമുക്കറിയില്ലല്ലോ. നമ്മളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സൊരു വലിയ നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ വായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെയാണ് നമ്മുടെ മനസ്സാണെല്ലാം എന്നുള്ള രീതിയിലാണ് എല്ലാം നമ്മൾ കാണുന്നത്. ദൈവം മനസ്സാണ്, രോഗം മനസ്സാണ്, നമ്മുടെ സക്സസ് മനസ്സാണ്, സന്തോഷം മനസ്സാണ്, എല്ലാം മനസ്സാണല്ലോ. അപ്പോൾ ഈ മനസ്സിനെ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു പക്ഷേ പറയുന്നതോ പറയാൻ പറ്റാത്തതോ എന്നാൽ പറയാൻ അറിയാത്തതോ ആയ ഒരുപാട് മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാവും. ഇതിൽ ഏതൊക്കെ തരം രോഗങ്ങൾ, ഏതൊക്കെ തരം അവസ്ഥകളെ നമുക്ക് ഹിപ്നോസൈസ് വഴി അല്ലെങ്കിൽ ഹിപ്നോട്ടിസം വഴി ഭേദമാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, സീരിയസ് ഇഷ്യൂസ് ലൈക്ക് ഞാൻ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സീരിയസ് ഇഷ്യൂസ് എന്നുള്ളത് സാർ ഒന്ന് ഡീറ്റെയിൽ ചെയ്യാവും. ഞാൻ ആദ്യം പറഞ്ഞ നാഡി സ്കിസോഫ്രീനിയ പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പാരനോയിഡ്, സ്കിസോഫ്രീനിയ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് പറ്റില്ല. ഈ സ്കിസോഫീനിയ എന്ന് പറയുന്ന രോഗം പലപ്പോഴും ഇതുണ്ടെന്ന് തന്നെ പലർക്കും അറിയില്ല അല്ലേ? മനസ്സിലാവും നമുക്ക്. അവർ ഒരു ലിമിറ്റ് കഴിയുമ്പോഴാണ് ഈ റോട്ടിലൊക്കെ കിടന്ന് നടക്കുന്ന കണ്ടിട്ടില്ലേ, കുളിക്കൂല, നനയ്ക്കൂല, അങ്ങനെയൊക്കെ ആയിട്ട്. സ്കിസോഫ്രീനിയക്കാർക്ക് സ്വന്തം ശുചിത്വമോ മറ്റുള്ളതോ ഒന്നും അവർ നോക്കില്ല. കുളിക്കണമെന്നോ പല്ല് തേക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനത്തെ ഒരു വക ചിന്തകളില്ല. അവരുടെ സ്വയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. മനസ്സിലായില്ലേ? അതായത് അവർ സ്വയം നോക്കില്ല, ശ്രദ്ധിക്കില്ല. സെൽഫ് ലവ് എന്നുള്ള സാധനമൊക്കെ പോയിട്ടുണ്ടാവും അവരുടെ കയ്യിൽ നിന്ന്. അവരിങ്ങനെ എന്തോ ഒരു ഇതിലിങ്ങനെ നടക്കും, എന്തായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ്. അപ്പം അതൊക്കെ ശരിക്കും സീരിയസ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള വഴി സൈക്കാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിക്കുക, മരുന്നുമ്പോൾ നിന്നില്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. ഒരു മീഡിയം ലെവല് ഇതിന് നമുക്ക് ലൈറ്റായിട്ടുള്ള മാനസിക രോഗങ്ങൾ എന്ന് പറയാം. അതിനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ മാനസികമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അതിനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന് ഉറക്കക്കുറവ്, ഉറക്കത്തിൽ നടത്തം, ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ, പേടി. എന്തിനാ പേടി ചോദിച്ചാൽ അറിയാത്ത പേടി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ധൈര്യമില്ലായ്മ. നിങ്ങൾക്ക് ഒരു ധൈര്യമില്ല എന്ത് കാര്യത്തിനും. ഇപ്പോൾ എനിക്ക് ദുബായിൽ നിന്ന് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ലീവ് എടുത്ത് വന്നിരിക്കുന്നത്. പുള്ളിക്ക് ഒന്നിനും ധൈര്യമില്ല ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു ലേഡി എന്നെ ഇവിടുന്ന് വിളിച്ചിരുന്നു, UK നിന്ന് വിളിച്ചിരുന്നു തെറാപ്പിക്ക് വേണ്ടി. അവർ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യും, പക്ഷേ സക്സസ് വരുമ്പോൾ അവർ പിന്നാക്കം പോകും. അതിൻ്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ അവർ പുറകിലേക്ക് പോകും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇവർ പ്രശ്നം എന്താണെങ്കിൽ ഇവർ ഒരു സിറ്റിങ്ങിലങ്ങ് അവസാനിപ്പിക്കും. ഇതിന് 2 or 3 സിറ്റിംഗ് ഒക്കെ വേണം. അപ്പോഴേക്കേ നമുക്കിത് പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഫീസ് വാങ്ങുന്ന പെർ സിറ്റിംഗ് ആയിരിക്കും അല്ലേ? പെർ സിറ്റിംഗ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ മനസ്സിലെ രഹസ്യങ്ങളാണ് ഈ മുഴുവൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയിലുള്ള രഹസ്യങ്ങൾ മുഴുവൻ നിങ്ങൾ പറയും. നിങ്ങളത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും എൻ്റെ മേലെ ട്രസ്റ്റ് ഉണ്ടാവണം അല്ലേ? അപ്പം ഞാൻ ആദ്യമേ പറയും, ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് ഡോർ അടച്ചിട്ട് നമ്മൾ ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പറയുന്നൊരു വാക്ക് പുറത്തു പോവില്ല. ഞാൻ പറയാറുമില്ല. അവർ കൂടെ വന്നിട്ടുള്ളവർ എന്നോട് ചോദിച്ചാൽ പോലും ഞാൻ പറയില്ല എന്തായിരുന്നു പ്രശ്നം, ഞാൻ പറയില്ല. എൻ്റെ സ്വന്തം ഭാര്യ പോലും എന്നോട് ചോദിക്കാറുമില്ല, ഞാൻ പറയാറുമില്ല. എന്തിനാ അവർ വന്നത്, എന്തായിരുന്നു അവർ പ്രശ്നം ചോദിക്കാറില്ല, പറയാറുമില്ല. ഞാൻ പറയാൻ പാടില്ല. അത് നമ്മുടെ എത്തിക്സാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ മേലെയാണ് അവരെല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നത്. ഒരു ബുക്ക് എഴുതുന്നൊക്കെ. അല്ല, ഒരു ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ളതും അവർക്കറിയാത്തതും അവർ പറയാത്തതുമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം പുറത്തു കൊണ്ടുവരുന്നു. കൗൺസിലിംഗ് കൊണ്ടുവരേണ്ട കാര്യമാണെങ്കിൽ മാത്രം നോക്കൂ. അനാവശ്യമായിട്ട് നമ്മൾ ഒരാളുടെ രഹസ്യം തോണ്ടാൻ നിൽക്കില്ല. അവരുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിക്കും. ഇപ്പം പേടിയായിട്ട് വരുന്നൊരു വ്യക്തി, അയാളുടെ പേടി മാത്രമേ ഞാൻ മാറ്റുള്ളൂ. അയാളുടെ മനസ്സിൽ ചിലപ്പോൾ വേറെ ഒരുപാട് കരടുകൾ വേറെ കിടപ്പുണ്ടാവും. അതിനെ ഞാൻ തോണ്ടാൻ നിൽക്കേണ്ട കാര്യം. ഞാൻ ഹിപ്നോട്ടിസും കൗൺസിലിംഗും തമ്മിലുള്ള വ്യത്യാസത്തെ, ഹിപ്നോട്ടിസും കൗൺസിലിംഗും തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ അതിന് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. അതാണ് കൗൺസിലിംഗ്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അതല്ല.
അവരെ നമ്മൾ ഉറക്കിക്കൊണ്ട് നമ്മൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വേണ്ട സജഷൻസ് കൊടുക്കുന്നു. ഇപ്പോൾ ഗോവിന്ദൻകുട്ടി സാറിന് കാർ ഓടിക്കാൻ പേടി ഉണ്ടെന്ന് കരുതൂ. ആ കാർ ഓടിക്കാനായിട്ടുള്ള സജഷൻസ് നിങ്ങളുടെ ആ ധൈര്യമാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ ആ പേടിയെ മാത്രം എടുത്ത് കളയണ്ടു. നിങ്ങൾക്ക് ധൈര്യം തന്ന് നിങ്ങളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാനുള്ളൊരു ഇത് ഉണ്ടാക്കുന്നത്. ബാക്കി കോൺസ്റ്റബിൾ ചോദിക്കത്തുമില്ല, അതൊരു എത്തിക്സ് ആണ്. അത് എത്തിക്സ് ആണ്. കാരണം പറയേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറയും. അപ്പൊ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ തോന്നുന്നു. അല്ല, നിങ്ങൾ എന്നോട് നോക്കൂ, നമ്മൾ ആദ്യമേ ചോദിക്കും, നമ്മൾ ആദ്യമേ പറയും നിങ്ങൾക്ക് പറയണ്ടെന്ന് തോന്നേണ്ട കാര്യം നിങ്ങൾ പറയണ്ട. ആദ്യമേ പറയും. അതല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസം വരില്ല എൻ്റെ മേലെ. ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടി വരുന്നു. ഭർത്താവ് പുറത്തിരിപ്പുണ്ടാവും, ഭാര്യ ആദ്യം ഇതിന് വരും, നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയും. ഭാര്യയ്ക്ക് വേറെ അഫയർ ഉണ്ട്. അത് കഴിഞ്ഞ് ഭാര്യ പോയി പുറത്തിരിക്കും, ഭർത്താവ് കയറി വരും, ഭർത്താവിന് വേറെ അഫയർ. ഓക്കെ, ഇത് ചിരിക്കേണ്ട, ഇതുപോലത്തെ ഇഷ്ടം പോലെ കേസുകളുണ്ട്. സോഷ്യൽ മീഡിയ കാലാണ് സാർ. നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ് റിലേഷൻഷിപ്പുകൾ. കഥകൾ കേട്ട് ഞെട്ടാറുണ്ട് അല്ലേ? നമ്മൾ ഞെട്ടൊന്നുമില്ല, കാരണം ഇത് കോണാ. നമുക്കിത് വലിയ അത്ഭുതമൊന്നായിട്ട് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ കേട്ടിരിക്കും. പക്ഷെ ഭാര്യ പറഞ്ഞ ഭർത്താവിനോടും പറയില്ല, ഭർത്താവ് പറഞ്ഞ ഭാര്യയോടും പറയില്ല. എങ്കിലും നമ്മൾ ഇതിനിടെ കൂടെ ഇവർ രണ്ടുപേരും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ 2 അഫയറും പൊളിക്കും. 2 അഫയർ പൊളിപ്പിച്ച പറ്റും. അത് പൊളിക്കും. അത് പൊളിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് സാർ. അവർ വരുന്നത് അതിന് വേണ്ടിയിട്ടല്ല. കുടുംബത്തെ നിലനിർത്തുക. കുടുംബം നിലനിർത്തണം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഞാൻ വേറൊരു നിമിത്തമാണ്. ഞാനായിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ പറയില്ല. ഞാൻ ചെയ്തിട്ടുമില്ല അങ്ങനെ. ഞാൻ ഒരു വഴികാട്ടി മാത്രമാണ്. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ കാണില്ലേ, തൃശ്ശൂർ ഇത്ര കിലോമീറ്റർ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അത് മാത്രമാണ് ഞാനല്ലാതെ വേറൊരു സംഭവമൊന്നുമല്ല. ആ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായ സംഭവം, ഈ ധൈര്യത്തെ പറ്റി പറഞ്ഞു. ഈ ധൈര്യം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? അത് അവൻ്റെ ഒരു സ്വഭാവമല്ലേ? ധൈര്യം എന്ന് പറഞ്ഞ സാധനം എവിടെയാണ് സാറേ? സാറിൻ്റെ മനസ്സിലാണ്. പേടി എവിടെയാണ്? സാറിൻ്റെ മനസ്സിലാണ്. അപ്പോൾ മനസ്സിൽ നിന്ന് ആ പേടിയുടെ മേലെ നമ്മൾ ധൈര്യത്തിനെ കയറ്റി വെച്ച് കഴിയുമ്പോൾ ധൈര്യമായി. അത് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഈസി ആയിട്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആ പേടി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിനെ ഇല്ലാതാക്കണ്ട. അതിനവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മേലെ ധൈര്യം വരുന്ന കഴിയുമ്പോൾ എന്താവും? അപ്പം ധൈര്യമാണ് അവിടെ നിൽക്കുന്നത്. ഹിപ്നോട്ടിസവും മന്ത്രവാദവും തമ്മിലുള്ള ഒരു ചില സമയത്ത് ഈ ബാധ ഗീത എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ പറഞ്ഞു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. എങ്കിലും കൂടെ നമ്മൾ എന്തെങ്കിലും മന്ത്രവാദം കാണിക്കാതെ ഇവർ ഒഴിഞ്ഞു പോവില്ല. അത് അവരുടെ മനസ്സിൽ വേരൂന്നി കിടക്കുന്ന മണിച്ചിത്രത്താഴ് സീനാണ്. അവരുടെ മനസ്സിൽ വേരൂന്നി കിടക്കുന്ന കാര്യമാണ്. മന്ത്രം ചെയ്ത് പൂജ ചെയ്ത് ആണെങ്കിൽ മാത്രമേ ഇത് എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോവുള്ളൂ എന്ന് അവരങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചില സീനൊക്കെ ക്രിയേറ്റ് ചെയ്യും, മന്ത്രത്തിൻ്റെയും പൂജയുടെയൊക്കെ. അതല്ലാതെ ഞാൻ പറഞ്ഞു 5% ബാക്കിയുള്ളത് അവിടെ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഒറിജിനൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ 100% ഇത് സൈക്കോളജിക്കൽ അത് എനിക്ക് പറ്റില്ല. കുറച്ച് ഗിമിക്സ് ഉണ്ട് അല്ലേ? 95% ഗിമിക്സ് തന്നെയാണ്. അവരറിയാതെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് കാട്ടിക്കൂട്ടുന്നതാണ്. ദേവി കയറി, ദേവൻ കയറി, മറ്റൊരു കയറി, ചാത്തൻ കയറി, അവർ കയറി, ആ ചാമുണ്ടി കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ തുള്ളി കളിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ദേവി അന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെകിടത്തുന്ന ആൾ തിരുവനന്തപുരത്ത് ക്ലാസ്സിൽ വെച്ച് എനിക്ക് തരുകയും ചെയ്തു. മനസ്സിലായോ? ദേവിയല്ലേ അടിച്ചെന്ന് വെച്ച് നമ്മൾ ക്ഷമിച്ചു. ദേവി അതിച്ചിട്ടില്ല. ഈ പിശാചിനെ തല്ലാൻ പറ്റില്ലല്ലോ. ഇതെന്റെ സ്റ്റുഡന്റ് അല്ലേ, ഇതിന് ഞാൻ എങ്ങനെ കൈവയ്ക്കും? എൻ്റെ ഒരു വലിയ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സിൽവ മെഡിറ്റേഷൻ്റെ ട്രെയിനറാണ്, ഹിപ്നോട്ടിസം ട്രെയിനറാണ്. ഇതൊരു എനർജി ട്രാൻസിഷനും ഒരു എനർജി കൺവേർഷനും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഈ ജോലിയുടെ ഒരംശമെത്തും, അവരുടെ ആരോഗ്യത്തെ ബാധിക്കും, അവരുടെ മനസ്സിനെ ബാധിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനകത്ത് എന്താണ് ലോജിക്കുള്ളത്? എവറിത്തിങ് ഈസ് എനർജി. ക്വാണ്ടം ഫിസിക്സ് എന്താ പറയുന്നത്? എനർജിയാണ് ഏറ്റവും ഇതായിട്ടുള്ള കണിക, ലാസ്റ്റ് കണിക. ഇനിയും അത് മാറില്ലേ? ഓക്കെ, ഇനിയൊരു തലമുറ വരുമ്പോഴേക്കും അത് മാറില്ല എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. കാരണം സയൻസ് ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുള്ളൂ. അതേ സമയത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ആത്മാവ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. മനസ്സിലായോ? പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടെ പറയുന്നത്, ഈ എനർജി 7 തലങ്ങളിലായിട്ടാണ് നിലനിൽക്കുന്നത്. മനസ്സിലായോ? നമ്മളെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ തലത്തിൽ, ഏറ്റവും ലാസ്റ്റ് തലത്തിൽ നിൽക്കുന്നതാണ് ഭൂമിയിലുള്ള ആത്മാക്കൾ. നമ്മളൊക്കെ അങ്ങനെയാണ്. ഇപ്പം ഞാനും നിങ്ങളൊക്കെ ആത്മാക്കളാണ്, എനർജിയാണ്. ഇതന്നെയാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്. നിങ്ങളില്ല, നിങ്ങൾക്ക് വെറും തോന്നലാണ് നിങ്ങളുണ്ടെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളില്ല. മനസ്സിലായി? ക്വാണ്ടം ഫിസിക്സ് പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ വെറും എനർജി മാത്രമാണ്.
മനസ്സിലായോ? നിങ്ങൾ കുറേ ഷർട്ടും മുണ്ടൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നുന്നു നിങ്ങളാണെന്നുള്ളത്. പക്ഷെ നിങ്ങളല്ല, നിങ്ങളില്ല എന്നാണ് പറയുന്നത്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് നിങ്ങളെന്നല്ല ഈ ഭൂമിയിൽ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. എല്ലാം വെറും എനർജി മാത്രമാണ്. ഈ ശമ്പളം കൊടുക്കേണ്ട ദിവസം, ബില്ലടക്കേണ്ട ദിവസം, വാടക കൊടുക്കേണ്ട നിങ്ങളില്ല, ദിവസം, നിങ്ങൾ എനർജിയായി. എന്ന് പറഞ്ഞാൽ മതി. CC അടക്കേണ്ട ദിവസം, ആ ദിവസമൊക്കെ അല്ല, അപ്പൊ നമ്മളുടെ വിഷയത്തില് നമ്മൾ ഈ പറയുന്ന 7 തലങ്ങളിലായിട്ട് ആത്മാക്കൾ നിൽക്കുന്നു. ഇതിൽ നമ്മൾ ഏറ്റവും ലോവർ തലത്തിൽ നിൽക്കുന്നു. നമ്മുടെ മേലെയുള്ളതെല്ലാം മാസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് മുകളിലുള്ള ഈ 7 തലങ്ങളിലുള്ള ഒരു മാസ്റ്റേഴ്സാണ്. എന്ന് വെച്ചാൽ മാസ്റ്റേഴ്സ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗുരുക്കന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെക്കാളും അറിവ് കൂടിയവർ. ഞങ്ങൾ ഈ ആത്മാവിൻ്റെ ഒക്കെ പുറകിൽ കുറേ തപ്പി നടന്നിട്ടുണ്ട്. ആ സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്തിനാണ് ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതിൻ്റെ ഉത്തരം അറിവ് നേടാൻ. എന്തറിവ്? കോളേജിലും സ്കൂളിലും പോയി പഠിക്കണതല്ല, അനുഭവത്തിൽ കൂടെ നിങ്ങൾ നേടുന്ന അറിവ്. അതാണ് അറിവ്. മനസ്സിലായോ? ആ അറിവ് നേടാനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ആ അറിവ് നേടുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ തലങ്ങൾ മാറിപ്പോകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന സിൽവ മെഡിറ്റേഷൻ എന്ന സാർ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ സിൽവ മെഡിറ്റേഷനിൽ നമ്മൾ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. തലങ്ങൾ മാറ്റാൻ. എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ല സാർ. ഞാൻ സതീശിനെ കൗൺസിൽ ചെയ്യുമ്പോൾ സതീശിൽ ഉണ്ടായിരിക്കുന്ന ഒരു എനർജി എന്നിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയും അതെൻ്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും ആരോഗ്യത്തിലും മാറ്റം വരുത്തുകയും ചെയ്യില്ലെന്ന് ഞാൻ ചോദിക്കും. ഇല്ല സാർ, ഇല്ല. നിങ്ങൾ ഒന്നാമത് നിങ്ങൾ ജോലി അറിയുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾ സ്വയം ഉണ്ടാക്കി വയ്ക്കും. ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ സ്വയം നേടും. മനസ്സിലായോ? എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്നുണ്ട്. പിന്നെ നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഏത് ആൾക്കാർ വന്നാലും അവരുടെ നെഗറ്റിവിറ്റി മുഴുവൻ നമുക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ റേക്കിയിലായാലും പ്രാണി ഹീലിങ്ങിലായാലും ഒക്കെ പറയുന്നുണ്ട്, നമുക്ക് ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരും, അവരുടെ കർമ്മ നമ്മളെ അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് ബിലീവ്. അങ്ങനെ നമ്മുടെ മുമ്പിലൊരു വ്യക്തി വന്നു, നമ്മൾ അവരെ ഹിപ്നോട്ടൈസ് ചെയ്തു, അവരുടെ നെഗറ്റീവ് എനർജി എനിക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കങ്ങനെ വിശ്വാസമില്ല. അതേ സമയത്ത് അവർ പറയുന്ന പല കഥകളും നിങ്ങളെ നെഗറ്റീവ് ആക്കും. മനസ്സിലായി? അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ നെഗറ്റീവ് ആക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു. അവർക്ക് ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള കുറേ ദുരനുഭവങ്ങൾ, അവരുടെ ഹസ്ബൻഡിൽ നിന്നും അവർക്കുണ്ടായിട്ടുള്ള കുറേ ദുരനുഭവങ്ങൾ അവർ വിവരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടാം. അതല്ലാതെ ആ മനുഷ്യൻ്റെ കർമ്മയൊന്നും നിങ്ങളെ ബാധിക്കാനൊന്നും പോകുന്നില്ല. കർമ്മ അവനവൻ അനുഭവിച്ചു തീർക്കേണ്ട കാര്യങ്ങളാണ്. ശരീരത്തിൽ ക്യാൻസർ ഉൾപ്പെടെ, ശരീരത്തിൽ ഇൻറ്റേർണലി വരുന്ന മുഴകൾ ഉൾപ്പെടെ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക രോഗങ്ങളും ഈ സബ് കോൺഷ്യസ് ഓറിയൻറ്റഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ക്യാൻസർ പോലും സബ് കോൺഷ്യസ് ഓറിയൻറ്റഡ് ആണ്. സ്കിൻ ഡിസീസ് ഏറ്റവും കൂടുതൽ സോറിയാസിസ് എന്നൊക്കെ പറയുന്നില്ലേ, ആ സാധനമൊക്കെ വരുന്നത് മാനസികമാണ് വരാം. ഈവൻ ഷുഗർ പോലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. 100% എന്ന് ഞാൻ പറയില്ല. കാരണം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സോറിയാസിസ് ഒക്കെ വന്ന് വർഷങ്ങളായിട്ട് കൊണ്ടുനടക്കുന്ന സാധനമായിരിക്കും. അതിനോട് സുപ്രഭാതത്തിൽ മാറ്റാനൊന്നും നടക്കില്ല. കാരണം അവർ മെൻ്റലി അവർ തയ്യാറാവില്ല. കാരണം അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ മാറി. അവിടെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചു നോക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ പൂർണ്ണമായ സഹകരണവും സമ്മതവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹിപ്നോസിസിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അത് ഇപ്പം ഈ ഒരു രോഗം കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ മാറാൻ സമ്മതിക്കും. അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് അവരൊരു സുഖം അനുഭവിക്കുന്നുണ്ടെന്ന് പോലും കേട്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി നോക്കിപ്പോൾ സോറിയാസിസ് പേഷ്യന്റിനെ ചൊറിച്ചിലൊന്നും ഉണ്ടാവണമെന്നില്ല, എവിടെ നിന്നാലും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും ഇല്ലേ, കണ്ടിട്ടില്ലേ? ഈ സാധനം ഒരു കുറെ കാലം അനുഭവിച്ച് തീരുമ്പോൾ ഇവർക്ക് അത് ആ ചൊറിച്ചിലൊരു സുഖമായി മാറി. മനസ്സിലായോ? എവിടെ ഇരിക്കുമ്പോഴും അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരത് മാന്തിക്കൊണ്ടിരിക്കും. തലയിലായാലും മേലായാലും എവിടെയായാലും അവരിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? സാറ് പറഞ്ഞു തന്നെയാണ്, മാനസികമായിട്ട് അവർ തന്നെ സൂഹിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. പല അസുഖങ്ങളും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സാറ് ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ചിലപ്പോൾ ഹോംവർക്ക് തന്നിട്ടുണ്ടാവും. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് സാറിന് ഓർമ്മ വന്ന് ഹോംവർക്ക് ചെയ്തിട്ടില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർ അന്നത്തെ കാലത്തേക്കല്ല നല്ല ചൂരിൽ വെച്ചുള്ള അടി കിട്ടും, ഉറപ്പാണ്. അപ്പോൾ സാറിന് ഒന്നുകിൽ തലവേദന അല്ലെങ്കിൽ വയറുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരും.
അത് 10 മണിക്ക് സ്കൂളിൽ ബെല്ലടിക്കുന്നവരോട് സാറ് ഫുള്ള് ഫ്രീ ആയി. സാറിൻ്റെ അസുഖം മാറി. എന്തായിരുന്നു ഈ വയറിളൊക്കെ തന്നെത്താനെ വരും, ചിലപ്പോൾ പനിയൊക്കെ വരും ആ സമയത്ത്, ഇല്ലേ? കണ്ടിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതെന്താ സാധനം? സൈക്കോസൊമാറ്റിക്. ഇപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാ, കയ്യിനെന്തൊരു ഭയങ്കര വേദന, കുറേ നേരെ തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഗോവിന്ദൻകുട്ടി സാറിൻ്റെ കൈ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ചെല്ലും. സാറിൻ്റെ കൈമേ നക്കാൻ തുടങ്ങും. വേദനയുണ്ടോ? ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സൈക്കോസൊമാറ്റിക്. അതുപോലെ തന്നെ ചെറുപ്പം മുതലേ ഈ രോഗം ഉള്ള സമയത്ത് നമുക്ക് പരിഗണന കിട്ടുമല്ലോ. പനിയുള്ളപ്പോൾ നമുക്ക് വീട്ടിൽ പരിഗണന കിട്ടും, തലവേദന ഉണ്ടെങ്കിൽ പരിഗണന കിട്ടും. ഇവരെത്ര വളർന്നാലും ഇപ്പോൾ ഓഫീസിൽ എനിക്ക് തന്നെ ചില സ്റ്റാഫുകളുണ്ട്, അവരെന്തെങ്കിലും ജോലികൾ അവർ ചെയ്തില്ലെങ്കിൽ അവർ ഉടനെ അവരൊരു രോഗാവസ്ഥയാണ് എന്ന് പറയും. ആ പരിഗണന കിട്ടും എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ്. ഇവർ ആ രോഗത്തിൽ എത്തുകയും ചെയ്യും അല്ലെ, ഗ്രാജുവലി. ഇന്നത്തെ കാലത്ത് ആരും പരിഗണിക്കാനും നിൽക്കില്ല. സ്വന്തം ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കാൻ സമയമൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പൊ എന്താണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ കുറെ കഴിയുമ്പോൾ ആ പരിഗണന എന്നുള്ളത് അങ്ങ് മാറി പോകും. പറ്റേ ഉള്ളിൽ നിന്ന് പോയേ പറ്റൂ, കാരണം ആരും ഇല്ല അവർ പരിഗണിക്കാൻ. അപ്പൊ അവർ സ്വയം പരിഗണിച്ചോളും. മനസ്സിലായോ? കാലം മാറുന്നതിനനുസരിച്ച് സൈക്കോളജിയിലായാലും മറ്റുള്ളതിലായാലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സാർ. മാറ്റങ്ങൾ സംഭവിച്ചേ പറ്റൂ. പ്രകൃതി അങ്ങനെയാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്നതിലേക്ക് പോകാൻ തോന്നും അല്ലേ? എന്താണ് സിൽവ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സാറേ, അത് മെഡിറ്റേഷനാണ്, അത് ഹിപ്നോട്ടിസം അല്ല. അത് സാറിന് വേണ്ടിയാണ് പഠിക്കുന്നത്. ഹിപ്നോട്ടിസം പഠിക്കാൻ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സെലക്ട് ചെയ്തേ പഠിപ്പിക്കുകയുള്ളൂ. കാരണം നല്ല കൈകളിൽ മാത്രം എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹിപ്നോട്ടിസം. ഇത് ഒരുപാട് ചൂഷണങ്ങൾക്ക് വഴിയുള്ള വകുപ്പാണ് ഈ ഹിപ്നോട്ടിസം എന്നുള്ളത്. എൻ്റെ അടുത്ത് 8-9 വയസ്സുള്ള പെൺപിള്ളേർ മുതൽ 90 വയസ്സായിട്ടുള്ള കളവികൾ വരെ വരുന്നുണ്ട്. ഇവരൊക്കെ എന്നെ വിശ്വസിച്ചിട്ടാണ് ആ ബെഡിൽ കയറി മലന്ന് കിടക്കുന്നത്. മനസ്സിലായി? ഇനി ബാക്കി ഞാൻ പറയണ്ടല്ലോ. ചൂഷണം ചെയ്യാനുള്ള വഴികൾ ഒരുപാടാണ്. അതുകൊണ്ട് നമ്മൾ വളരെ വിശ്വസിക്കാവുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിൻ്റെ ഹിപ്നോട്ടിസം എന്നുള്ളത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് പേരിങ്ങനെ റോട്ടിൽ ഓടി നടന്ന് പഠിപ്പിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ അത് തെറ്റാണത്. യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പണത്തിനോടുള്ള ആർത്തി കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ എത്തിക്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ആരും അത് ചെയ്ത് കാണുന്നില്ല. എല്ലാവരും അവരവരുടെ വയറ്റപ്പഴപ്പിന് വേണ്ടി പഠിപ്പിക്കുന്നു, ഓടി നടന്ന് പഠിപ്പിക്കുന്നു. ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ്? സർട്ടിഫിക്കേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ. എന്തെങ്കിലും എക്സാമിനേഷൻ ഉണ്ടോ? എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നടത്തുന്നത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. ഈ സിൽവ മെഡിറ്റേഷൻ്റെ മറ്റു മെഡിറ്റേഷനും മറ്റുള്ള മെഡിറ്റേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ സാർ, ആദ്യം മെഡിറ്റേഷൻ എന്താണെന്നുള്ളത് അറിയണം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതാകും. നിങ്ങൾ കണ്ണടച്ചിരിക്കും, കൈ ഇങ്ങനെ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ കൈ കൂപ്പിയിരിക്കും. പല രീതിയിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. നിങ്ങളങ്ങനെ മെഡിറ്റേഷനിലിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇറാൻ അമേരിക്ക യുദ്ധം തൊട്ട് അടുക്കളയിൽ ഉണ്ടാക്കുന്ന കറി വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ തല വരും. നിങ്ങൾക്ക് ഒരിക്കലും ശ്രദ്ധിക്കാൻ പറ്റില്ല. അതേ സമയത്ത് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുള്ള 4 രീതിയിലാണ് മെഡിറ്റേഷൻ മനസ്സിലുള്ളത്. ഒന്ന്, നമ്മുടെ ചുറ്റുപാടുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിക്കുക. 2, നമ്മൾ നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കുക. 3ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുക. വിപാസന എന്ന് പറയും. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു, ശ്രദ്ധിക്കുക. 4ാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നോക്കിക്കാണുക, എന്താണ് നിങ്ങൾക്ക് ചിന്തകൾ വരുന്നത് പോകുന്നത് എന്നുള്ള അതൊരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ സ്വയം അത് പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് നടക്കില്ല. 5ാമത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ട് തുരീയം എന്നൊരവസ്ഥ, അതായത് നത്തിങ്നെസ്, നിങ്ങളില്ലാത്തൊരവസ്ഥ. നിങ്ങളില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ ശൂന്യത. നിങ്ങളില്ലെങ്കിൽ പിന്നെന്താ? ശൂന്യത അല്ലേ? അതിലേക്ക് എത്താനായിട്ട് ആദ്യം നമ്മൾ ശബ്ദം കട്ട് ചെയ്യും. ശബ്ദം കട്ടായി കഴിയുമ്പോൾ ചിന്തകൾ കട്ടാവും. ചിന്തകൾ കട്ടായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടായി? നിങ്ങൾ ശൂന്യതയിലേക്ക് എത്തി. ശബ്ദം കട്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. പുറത്തുനിന്നുള്ളൊരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ല. അല്ല, അപ്പോൾ പിന്നെ അകത്ത് ശബ്ദം ഉണ്ടല്ലോ. അതിനാണ് ചിന്തകൾ കട്ടാവുക. ചിന്തകൾ കട്ടായ പിന്നെ നിങ്ങളുടെ സെൽഫ് ടോക്ക് നിങ്ങൾ കേൾക്കില്ലല്ലോ. അതായത് തുരീയം എന്ന് പറഞ്ഞ അവസ്ഥ പുറത്തുനിന്നും അകത്തുനിന്നുള്ള
എല്ലാ ശബ്ദങ്ങളെയും കട്ടാക്കും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചിന്തകളെ കട്ടാക്കും. അത് എളുപ്പമാണോ? ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല. ഉം. ആൻഡ് ഇറ്റ്സ് എ മിറാക്കിൾ മാജിക്. കൗണ്ട് 5 to 0. യു വിൽ ഗോ ടു ദ ഡീപ്പ് മെഡിറ്റേഷൻ. ഞാൻ ഈ പറഞ്ഞ തുരിയം അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എത്ര? 5 to 0 കൗണ്ട് ചെയ്യുന്ന സമയം എത്ര നേരം പിടിക്കും? 5, 4, 3, 5 സെക്കൻഡ് 2, 1 and 0. Go to the deep meditation. പോയി ആള് ശൂന്യതയിലേക്ക് പോയി. അതാണ് ഈ മെഡിറ്റേഷൻ. പിന്നെ താങ്കൾ ഉണർത്തണം അല്ലേ? സ്വയം ഉണരൂ. അവരോട് പറയും അലാറം വയ്ക്കാൻ പറയും. അല്ലെങ്കിൽ അവർക്ക് മനസ്സിൽ ഈ 5 to 0 കൗണ്ട് ചെയ്തപ്പോൾ അവർ താഴേക്ക് പോയില്ലേ, 1 to 5 എണ്ണുമ്പോൾ അവർ ഉയരും ചെയ്യും, ഉണരും ചെയ്യും. അതും കൊടുക്കുന്നുണ്ട് നമ്മൾ. കൗണ്ട് 1 to 5, ഓപ്പൺ യുവർ ഐസ്, ഉണരും. ഇത് ക്ലാസ്സിൽ 5 or 6 പ്രാവശ്യം അവരെ കൊണ്ട് പ്രാക്ടിക്കലി ചെയ്യിക്കും. ഉറപ്പിച്ചതിന് ശേഷം അവർ വിടുള്ളൂ. അപ്പോൾ സിൽവ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ സിസ്റ്റമാണ്. ജോ സിൽവ എന്ന് പറയുന്നൊരു സാധാരണക്കാരൻ കണ്ടുപിടിച്ചിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് പ്രാക്ടിക്കലല്ല, അത്രയ്ക്ക് അങ്ങ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് സിൽവ മെഡിറ്റേഷൻ ഒരു സെഗ്മെൻറ്റ് ഞാൻ അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്, തുരീയം എന്നുള്ള അവസ്ഥയാണ് കൊടുക്കുന്നത്. അതിൽ ആൾക്കാർക്ക് 100% സക്സസ് കിട്ടും. അതിനകത്ത് തന്നെ നമുക്ക് മരിച്ചു പോയവരെ കാണാനുള്ള ചാൻസ് ഉണ്ട്, ദൈവങ്ങളെ കാണാൻ പറ്റും, പ്രപഞ്ചമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, യൂണിവേഴ്സിലേക്ക് ഡയറക്റ്റ് പോയി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ടെലിപ്പതി, ക്ലെയർവോയൻസ് ഇതൊക്കെ വരും എന്ന് പറയുന്നു. മാജിക് മഷ്റൂം ഒന്നും ഇല്ലല്ലോ അല്ലേ? മാജിക് മഷ്റൂം പോയിട്ട് ഞാൻ പച്ചവെള്ളം കൊടുക്കില്ല. പേൾ ഏജൻസിയിലാണ് ക്ലാസ് നടത്തുന്നത്. പേൾ ഏജൻസിയിൽ ഒരു ചായ 11:30 കൊടുക്കും, ഒരു ചായ 4 മണിക്ക് കൊടുക്കും. ഇത്രേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും. ഇതൊക്കെ അവരാ കൊടുക്കുന്നത്, ഞാനല്ല. അതുകൊണ്ട് മാജിക് മഷ്റൂം ആണോ വേറെ വല്ലതും ഉണ്ടോ, അതൊന്നും എൻ്റെ വകുപ്പല്ല. അപ്പോൾ മെഡിറ്റേഷൻ, സിൽവ മെഡിറ്റേഷൻ പഠിക്കാൻ സാറിനെ വിളിക്കാം. ആയിക്കോട്ടെ. ഹിപ്നോട്ടിസം, ഹിപ്നോട്ടൈസ്. ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ ഹിപ്നോട്ടിസം 3 ലെവലിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സ്, കാതലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം പഠിപ്പിക്കും. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏജ് റിഗ്രഷനും പാസ്റ്റ് ലൈഫ് റിഗ്രഷനും പഠിപ്പിക്കും. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒട്ടും പോപ്പുലർ അല്ലാത്ത ഇൻസ്റ്റൻറ്റ് ഹിപ്നോസിസ് എന്നൊരു കാര്യമുണ്ട്, അത് പഠിപ്പിക്കും. പെട്ടെന്നാക്കും. 30 seconds ഞാൻ പറയും, 10 seconds ഞാൻ ചെയ്യും. വഴിയെ നിങ്ങൾ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. വഴിയെ പോകുന്ന ഒരാൾ വേണേൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. സ്ട്രീറ്റ് ഹിപ്നോസിസ് ആണ് എൻ്റെ പേര്. പക്ഷെ അത് ടെമ്പററി ആണ്. അത് പെർമനൻ്റ് ആയിട്ട് നമ്മളൊരാളെ ക്ലിനിക്കൽ മെത്തേഡിൽ ചെയ്യുന്നതല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ വേ ഓഫ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ വേ ഓഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ കൊണ്ടുവന്ന് കിടത്തി അല്ലെങ്കിൽ ഇരുത്തി ചെയ്യുന്ന ഹിപ്നോസിസ് ആണ്. ഇൻസ്റ്റൻറ്റ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഷോ, റോഡ് ഷോ ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ്. മറ്റുള്ളവരെ കാണിക്കാനും കയ്യിലെടുക്കാനും ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ പോകുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മരിച്ചുപോയവരെ കാണാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അത് എൻ്റെ സഹായത്തിൽ കൂടെ നിങ്ങൾക്ക് പറ്റുന്നത്. അതേസമയത്ത് സിൽവ മെഡിറ്റേഷനിൽ യു ആർ ഡൂയിങ് ഇറ്റ് യുവർ ഓൺ. നിങ്ങൾ സ്വയമാണ് ചെയ്യുന്നത്. എത്ര ദിവസം കൊണ്ട് സിൽവ മെഡിറ്റേഷൻ? ഒറ്റ ദിവസം 10 to 5. എനിവേ, കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറച്ച് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. വേണു മേനോൻ, ഇതുമായി ബന്ധപ്പെടുന്ന താല്പര്യമുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും. എന്തായാലും ഇനിയും കാണാം. നമസ്കാരം. സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം. ഇതൊരു ഹിപ്നോസിസ് പ്രോസസ്സായി ഞങ്ങൾ കണക്കാക്കുന്നു. വലിയ സന്തോഷം. സാർ, എല്ലാ ആശംസകളും. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മേളം കറി പൗഡർ.